നമസ്കാരം. യാത്രാ ലഹരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിമാചൽ പ്രദേശിലെ നമ്മുടെ ഫാം സ്റ്റേയുടെ പ്രവർത്തനം തുടങ്ങിയാണ്. ഹിമാചലിലെ ഗ്രാമത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഒപ്പം ഫാം സ്റ്റേയുടെ ഉള്ളിലെ കാഴ്ചകളുമുണ്ട്. വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും യാത്രകളുടെ ഈ ലഹരിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ആപ്പിളുകളെല്ലാം വലുതായി തുടങ്ങി. ആപ്പിൾ മാത്രമല്ല, പ്ലമ്മും ആപ്രിക്കോട്ടും ഇവിടെയുണ്ട്. ഓഗസ്റ്റിലാണ് ആപ്പിളിൻ്റെ വിളവെടുപ്പ്. ഹിമാചലിൽ 2 പ്രോപ്പർട്ടികളാണ് നമുക്കുള്ളത്. രണ്ടും ആപ്പിൾ തോട്ടത്തിനുള്ളിലാണ്. ആദ്യത്തെ ഫാം സ്റ്റേയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഹിമാചൽ പ്രദേശിലെ തിർത്തൻ വാലിയിൽ ബഞ്ചാർ പട്ടണത്തിൽ നിന്നും 12 കിലോമീറ്റർ അകലെയുള്ള പൂജാലി ഗ്രാമത്തിലാണ് നമ്മുടെ ആദ്യത്തെ ഫാം സ്റ്റേ. നാല് മുറികളാണ് ഇവിടെയുള്ളത്. ഈ മുറിയുടെ പ്രത്യേകത, ദേവദാരു മരം കൊണ്ടാണ് ഈ മുറിയുടെ ചുവരുകളും തറയും എല്ലാം ചെയ്തിരിക്കുന്നത്. മുറിയുടെ പുറത്തെ കാഴ്ച അതിമനോഹരമാണ്. അനന്ത വാലിയുടെ വിശാല ദൃശ്യമാണ് പുറത്ത്. തിരക്കുകൾ മടുപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ലോ ബാറ്ററി കാണിക്കുമ്പോൾ റീചാർജ് ചെയ്യണം എന്ന് തോന്നിയാൽ ധൈര്യമായി ഇങ്ങോട്ട് പോരാം. തിരക്കും ബഹളവുമില്ലാതെ യഥാർത്ഥ ഹിമാലയൻ ഗ്രാമഭംഗി ആസ്വദിക്കാൻ ഇതിലും മികച്ചൊരു സ്ഥലം കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. മൂന്ന് പേർക്ക് താമസിക്കാവുന്ന ബാത്റൂം അറ്റാച്ച്ഡ് സൗകര്യമുള്ള മറ്റൊരു മുറിയാണ് ഇത്. ഇതൊരു ഫാമിലി റൂമാണ്. 2 മുറികൾ ചേർന്നതാണ് ഇത്. ഈ മുറിയിലൂടെയാണ് രണ്ടാമത്തെ മുറിയിലേക്ക് പ്രവേശിക്കുന്നത്. രണ്ട് മുറികൾക്കുമായി ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത്. ഇത് ഡൈനിങ് ഏരിയയാണ്. പുറത്ത് ക്യാമ്പ് ഫയറിനുള്ള സൗകര്യവുമുണ്ട്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. പാചകം എനിക്ക് പറ്റിയ പണിയല്ലെന്ന് ഞാൻ പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ്. സന്ദർശകരെ
പരീക്ഷണ വസ്തുക്കളാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പാചകത്തിന് വേറെ ആളെ വെച്ചിട്ടുണ്ട്. പുറത്തെ കാഴ്ച ഇതാണ്. ചെറുതും വലുതുമായി ഒരുപാട് ഗ്രാമങ്ങൾ മലയോരങ്ങളിൽ കാണാം. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മഞ്ഞുമൂടി പോകുന്ന ഗ്രാമങ്ങളാണ് ഇതെല്ലാം. ഈ ഗ്രാമത്തിലെ പ്രധാന കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ ഫാം സ്റ്റേയിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള പാഞ്ചാലി ക്ഷേത്രത്തിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ നിന്നും വീണ്ടും 1 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങിയാൽ കോക്കി എന്ന മനോഹരമായ ഗ്രാമത്തിലേക്ക് എത്തും. അവിടെ ഒരു അരുവിയും വെള്ളച്ചാട്ടവുമുണ്ട്. കുളിക്കാനും മീൻ പിടിക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഇതാണ് പൂജാലി ഗ്രാമത്തിലെ പാഞ്ചാലി ക്ഷേത്രം. മലമുകളിൽ മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും ദേവദാരു വൃക്ഷത്തിൽ കൊത്തുപണികൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിലെ കൊത്തുപണികളെല്ലാം അതിമനോഹരമാണ്. വളരെ അപൂർവമായിട്ടുള്ള പാഞ്ചാലി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന ഇവിടുത്തെ ഉത്സവം പ്രശസ്തമാണ്. ക്ഷേത്രത്തിനകത്തുനിന്ന് നോക്കിയാൽ ദൂരെ നമ്മുടെ ഫാം സ്റ്റേ കാണാം. കോക്കി ഗ്രാമത്തിലേക്കാണ് ഇനി പോകുന്നത്. 1 കിലോമീറ്റർ മലയിറങ്ങി വേണം ഗ്രാമത്തിലേക്ക് എത്താൻ. ആപ്പിളും ഗോതമ്പും മിക്ക വീടുകളുടെയും മുറ്റത്ത് കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. ഗ്രാമക്കാഴ്ചകൾ എല്ലാം തന്നെ സുന്ദരമാണ്. ഗ്രാമത്തിലെ എൻ്റെ സുഹൃത്ത് യശ്പാലാണ് ഇന്നെൻ്റെ കൂടെയുള്ളത്. കൊയ്ത്തുകാലമാണ് ഇത്. കൊയ്തെടുത്ത ഗോതമ്പ് വീടുകളുടെ എല്ലാം മുറ്റത്തുണ്ട്.
കറ്റ മെതിക്കുന്ന യന്ത്രമാണ് ഈ കാണുന്നത്. കൊയ്തെടുത്ത ഗോതമ്പ് കറ്റകളെല്ലാം ഗ്രാമീണർ ഇവിടെ കൊണ്ടുവന്നാണ് മെതിച്ച് ഗോതമ്പാക്കി എടുക്കുന്നത്. താഴെ കാണുന്നതാണ് കോക്കി ഗ്രാമം. ഗ്രാമത്തിന് താഴെ ചെറിയൊരു വെള്ളച്ചാട്ടവും അരുവിയുമുണ്ട്. യശ്പാൽ അടക്കമുള്ള ഗ്രാമീണർ മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലമാണ് അത്. മഴക്കാലത്തിന് മുൻപേ അടുത്ത കൃഷിക്കുള്ള കൃഷിയിടമൊരുക്കുകയാണ് ഇവിടെ. ഗോതമ്പ് കൊയ്തെടുത്താൽ പിന്നെ കൃഷിയിടങ്ങളിൽ ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയും എല്ലാം ഇടം പിടിക്കും. ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ കൗതുകമുണർത്തുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. വഴികളിലെല്ലാം വീണുകിടക്കുന്ന ആപ്രിക്കോട്ട് പഴങ്ങളാണ് പ്രധാന കാഴ്ച. നമ്മുടെ നാട്ടിൽ മാങ്ങയും പേരക്കയും എല്ലാം വീണ് കിടക്കുന്ന പോലെ ഇവിടുത്തെ വഴികളിൽ ഈ പഴങ്ങൾ ധാരാളം കാണാം. വഴിയിൽ നിന്നും പെറുക്കിയെടുത്ത ആപ്രിക്കോട്ടായിരുന്നു അന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. യശ്പാൽ പഹാഡി ഭാഷയിലാണ് കൂടുതലും എന്നോട് സംസാരിക്കുക. എനിക്കാണേൽ ആ ഭാഷ തീരെ വശമില്ല. എന്നിട്ടും ലോകകാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കും. രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ. മീൻ പിടിക്കാൻ ഇവിടെ എത്തുന്ന ഗ്രാമീണരുടെ താവളമാണ് ഈ പാറയിടക്ക്. മീൻ പിടിക്കാൻ മാത്രമല്ല, വേനൽക്കാലത്ത് ഇവിടെ കുളിക്കാനും ആളുകൾ എത്താറുണ്ട്. മരവിപ്പിക്കുന്ന തണുപ്പാണ് വെള്ളത്തിന്. പാറയിടുക്കിലൂടെ അല്പം കൂടെ മുകളിലേക്ക് നടന്നാൽ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിന് താഴെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ദാർഡി ഗ്രാമത്തിൽ ആപ്പിൾ തോട്ടത്തിനുള്ളിൽ മറ്റൊരു പ്രോപ്പർട്ടി കൂടി നമുക്കുണ്ട്. ചെലവ് കുറിച്ച് താമസിക്കാനുള്ള മുറികളും ഡോർമെട്രി അടക്കമുള്ള സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് അത്. ആ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവേത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. നന്ദി.